5 വർഷം ചെരുപ്പ് കുറേ തേഞ്ഞതാ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കയറി ഇറങ്ങിയതാ, പണിപ്പെട്ടതാ. എൻ്റെ ജനങ്ങൾ അവർക്ക് എന്നെ കൃത്യമായിട്ടറിയാം. ഞാൻ അവരുടെ സുഖദുഃഖത്തിൽ പങ്കാളിയാകുന്നതിൻ്റെ പേരിൽ, ഞാൻ മരണ വീട്ടിൽ പോകുന്നതിൻ്റെ പേരിൽ എന്നെ ആക്ഷേപിച്ച അയാൾ അറിയാമോ? ഇമോഷണൽ ആവണ്ട. അരികിലുണ്ട് ചാമക്കാല എന്നാണ് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കാണുന്ന മുഴുവൻ ഫ്ലെക്സിലെയും വാചകം അല്ലേ. ഒരു ഇഞ്ച് ഇല്ല സ്ഥലം ബാക്കി മുഴുവൻ പോസ്റ്ററും ബാനറും ഒക്കെയാണ്. എത്ര കോൺഫിഡൻ്റ് ആണ്? എന്നെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒരു സംശയവും വേണ്ട, വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? കാത്തിരുന്നോളൂ. ഭൂരിപക്ഷം ഉറപ്പാണ്. 5 അക്കം കിടക്കുമെന്നും കൂടെ പറയാം. അതിനപ്പുറത്തേക്ക് ഞാൻ പറയാം. എൻ്റെ മനസ്സിലൊരു ഫിഗറുണ്ട്, കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ. ഞാനിത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നാളെ എനിക്കെതിരെ ട്രോളാകേണ്ടതല്ലേ? ഒരു ട്രോൾ കൊണ്ട് എനിക്കിപ്പോഴും ജീവിക്കാൻ വയ്യാതിരിക്കുക. ഏതാ പഴയ സന്ദീപ് വൈരവും ഞാനും മഞ്ജുഷുമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ്. എനിക്ക് എൻ്റെ പ്രവർത്തകരെ നല്ല വിശ്വാസമാണ്. എനിക്ക് ഫീൽഡിൽ പോകുമ്പോൾ കിട്ടുന്ന പൾസ് എനിക്ക് നന്നായിട്ടറിയാം. ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഞാൻ വേറെ കൊണ്ട് പറഞ്ഞല്ല, 5 വർഷം ചെരുപ്പ് കുറേ തേഞ്ഞതാ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കയറി ഇറങ്ങിയതാ, പണിപ്പെട്ടതാ. എൻ്റെ ജനങ്ങൾ അവർക്ക് എന്നെ കൃത്യമായിട്ടറിയാം. ഇപ്പോൾ ആ ജനങ്ങളെ ഞാനാണ് വിളിക്കേണ്ടത്, എൻ്റെ ജനങ്ങളെന്ന്. ഞാൻ അവരോടൊപ്പം നിൽക്കുന്നതാണ്. അവരുടെ സുഖദുഃഖങ്ങളിൽ, ഞാൻ അവരുടെ സുഖദുഃഖത്തിൽ പങ്കാളിയാകുന്നതിൻ്റെ പേരിൽ, ഞാൻ മരണ വീട്ടിൽ പോകുന്നതിൻ്റെ പേരിൽ എന്നെ ആക്ഷേപിച്ച അയാൾ അറിയാമോ? ഇമോഷണൽ ആവണ്ട. എല്ലാം നമ്മൾ ഹാർഡ് വർക്ക്, അത് എന്തായാലും പേ ഓഫ് ചെയ്യാതിരിക്കില്ല ഉറപ്പായിട്ടും. അങ്ങനെ ഇമോഷണൽ ആവുന്നു ചോദിച്ചേട്ടാ. അങ്ങനെ ഒരു ഡു ഓർ ഡൈ ബാറ്റിൽ എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പത്തനാപുരത്തെ സംബന്ധിച്ച് ജ്യോതികുമാർ ചാമക്കാലയും കെ പി ഗണേഷ് കുമാർ